ഏറ്റവും ആദ്യം വളയത്തിലൂടെ ചാടുക, പിന്നെ വളയമില്ലാതെ ചാടുക എന്നുള്ളതാണ് ഈ അഭ്യാസികളുടെ ഒരു പ്രധാനപ്പെട്ട മന്ത്രം. അതെ. അപ്പൊ ഈ വളയത്തിലൂടെ ചാടുന്ന പരിപാടിയാണ് ഇനി നമ്മൾ ഇവിടെ ആവിഷ്കരിക്കാനായിട്ട് പോകുന്നത്. ജയറാമേട്ടാ, നമ്മളെല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? Ready. ഇതിന്റെ മത്സരത്തിന്റെ ഒരു പരിപാടി എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. ഒരു ടീമിൽ നിന്ന് 4 പേര് വരും. അവരിങ്ങനെ പരസ്പരം കൈകോർത്ത് നിൽക്കും. അതെ. എന്നിട്ട് ഒരു ഭാഗത്ത് നിന്ന് ഒരു കൈ ഉപയോഗിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? അത് തലയിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ബോഡിക്കുള്ളിലൂടെ പോയി കാലിലൂടെ പോയി ഇങ്ങനെ അപ്പുറത്തേക്ക് പോകണം. Yes. ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ 2 പേരേ ഉള്ളൂ. ഇതാ നോക്ക്, ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ പോകും. അതെ. ഇനി അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഇതിട്ടതിന് ശേഷം ഇതിങ്ങനെ കീബോർഡ് പോയി കഴിഞ്ഞാൽ നടക്കൂലല്ലോ. ഇല്ല. കാരണം അടുത്ത ആളിലേക്ക് ഇത് കൊടുക്കണം. അപ്പൊ ഇതിങ്ങനെ തപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ തീരുമാനമായി പോകും. അതെ. അപ്പൊ നമ്മൾ പിന്നെ ഇങ്ങനെ ചേർത്ത് എവിടെയെങ്കിലും പൊണ്ടുപോയിട്ട് എടുത്ത് പൊക്കണം. അതിനുശേഷം ഈ കൈ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതാണ് പരിപാടി. എന്ന് വെച്ചാല് ഇവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് ബോഡിയിലൂടെ പാസ് ചെയ്ത് അങ്ങേ അറ്റത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരെണ്ണം അപ്പുറത്ത് വീഴും. ഇങ്ങനെ സമയം തന്നെ ഒരുപാട് റിങ്ങുകൾ ഇങ്ങനെ ഇടണം. ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ റിങ്ങുകൾ അപ്പുറത്തേക്ക് ഇടുന്ന ടീം ഇതിനകത്ത് വിജയിക്കും. അതിനിടയ്ക്ക് എങ്ങാനും കാലിലേക്ക് ഇങ്ങനെ വീണ് പോയി കഴിഞ്ഞാൽ നമ്മൾ പെടും. അതെ. ഓക്കെ, അവിടെ വെച്ച് നമ്മൾ വീഴും. അപ്പോ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് ടീം മധുര രാജയെ തന്നെ വിളിക്കാം. ഏറ്റവും ആദ്യം സൈക്കോ രാജേഷ്, ജൂഹി, ഹരിത ആൻഡ് ശ്രീജിത്ത്. എന്റെ കയ്യിൽ 20 റിങ്ങുകളുണ്ട്. ഈ 20 റിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ റിങ്ങുകൾ അവിടെ കാണുന്ന ഒരു എന്റെ കയ്യിലേക്ക് എത്തിച്ചാൽ മതി. മാത്തുവിന്റെ കയ്യിലേക്ക് എത്തിച്ചാൽ മതി. 3 മിനിറ്റ് ആണ് സമയം. 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എത്ര റിങ് വേണമെങ്കിലും അപ്പുറത്തേക്ക് എത്തിക്കാം. ഈ കൈ വിടാൻ പാടില്ല. കൈ ചത്താലും വിടരുത്. റെഡി? നമ്മുടെ മത്സരം ആരംഭിക്കാൻ പോകുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അടിപൊളി 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 അടിപൊളി. ഒന്നെത്തി. ഒരു മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരെണ്ണം കൈവിടരുത്. ഇത് കഴിയുമ്പോ ജൂഹിയുടെ കാര്യം തീരുമാനം. നടുക്ക് നിൽക്കുന്ന 2 പേരുടെ കാര്യത്തിലാണ് തീരുമാനം. സെക്കൻഡുകൾ ബാക്കി. ഏറ്റവും അവസാനത്തെ സെക്കൻഡുകൾ. മൂന്ന് മിനിറ്റ് കൊണ്ടത് വലിയ ടാസ്ക് ആയിരുന്നു. പക്ഷെ അവര് നിഷ്പ്രയാസം അണുകിട സെക്കൻഡ് എത്ര 5 സെക്കൻഡുകൾ 5 സെക്കൻഡുകൾ ബാക്കി നിൽക്കുകയാണ് അവർ പൂർത്തീകരിച്ചത്. ഒരു ഗംഭീര കൈയടി ടീം മധുര രാജ. എനിക്ക് ജൂഹിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അവളുടെ 2 കൈ നീര. അല്ല, അപ്പുറത്തെ ഇപ്പുറത്തെ സൈക്കോളാ. അവന് ഗെയിം എന്ന് കേട്ടാ സൈക്കോ. ഇത് പണ്ടേ സൈക്കോ. അവള് കിടന്ന് പെട്ടായില് തൂങ്ങി ആകെ പണിന്റെ പോയി. ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണെന്ന് അറിയാമോ? രാജേഷ് കിടവത്ര വളയിട്ട് ആക്ഷൻ കിട്ടായിരുന്നു. അതല്ല, ഇത് ഈ കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് ആവേശം കയറിയിട്ടേ അതല്ല, ചുമ്മാ വള ഇല്ലാതെ ചെയ്യുന്നു. അതല്ല, ഇതേ പുള്ളി ആ ട്രാക്കിലായി പോയി. ഫുൾ അത് തന്നെ. ഒരു കാര്യം ശ്രദ്ധിച്ചാ? എന്താണ്? ശ്രീധരന്റെ ഷട്ടിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് ശ്രദ്ധിച്ചാ നിങ്ങൾ കയ്യില് ഒരു ചുംബനം? ഇതൊക്കെ ഇപ്പൊ സംഭവിച്ചു. ഒരു ചുംബനത്തിന്റെ പാട്. നീ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു? നമ്മൾ ഭയങ്കര ഒബ്സർവേഷൻ പവറല്ലേ ഇത്. കുത്തിയ കത്തിയുടെയും ആഴത്തിന്റെ ഇത് വെച്ച് നമ്മളും കണ്ടുപിടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്തായാലും 5 സെക്കൻഡുകൾ മാത്രം ബാക്കി നിർത്തിക്കൊണ്ട് ടീം മധുര രാജയുടെ വക ഉഗ്രം പെർഫോമൻസ് ആണ്. 20ൽ 20 റിങ്ങുകളും എന്റെ കയ്യിലേക്ക് എത്തിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് 2 മിനിറ്റും 55 സെക്കൻഡുകൾ എടുത്ത് അതിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി നിന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മധുര രാജ പോട്ടെ, ദേവാസുരം വരട്ടെ.
ആരാണ് വരുന്നത് ദേവാസുരം ടീമിൽ നിന്നും? ദേവാസുരം ടീമിൽ നിന്നും അർജുൻ, ആ സ്നേഹ, സായൻ, ഹർഷ. മത്സരം മുറുകിയിരിക്കുകയാണ്. കാരണം മധുരരാജ മുഴുവൻ ഇട്ട സ്ഥിതിക്ക് കുറച്ചുകൂടെ സമയം കുറച്ച് പിടിക്കുകയാണ് ഇവർ ജയിക്കാനുള്ള ഏക മാർഗം. അതെ. അങ്ങനെയാണെങ്കിൽ മത്സരം തുടങ്ങുന്നു. Your time starts now. ഹേയ്, പോട്ടെ ഫാസ്റ്റ് ആയിട്ട് പോട്ടെ. ആ അർജുൻ, സ്നേഹ, സാജൻ, ഹർഷ. എന്താണ് ഇത്? നിങ്ങളിപ്പോ തൽക്കാലം സീറ്റിലേക്ക് ഇരിക്കും. നമ്മൾ അനൗൺസ് ചെയ്യാം ആരാണെന്ന് നമ്മൾ കൂട്ടിക്കിഴിച്ച് നോക്കാം. അതെന്തൊരു പരിപാടി? ഒരു 5 സെക്കൻഡിന്റെ പോരാട്ടമാണ് ശരിക്കും രണ്ട് ടീമുകളും തമ്മിലുണ്ടായിരുന്നത്. 5 സെക്കൻഡ് ബാക്കി നിർത്തിയാണ് അവരുടെ ദൗത്യം പൂർത്തീകരിച്ചത്. അതെ. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് തീർക്കുക എന്ന് പറയുന്നതായിരുന്നു ടീം ദേവാസുരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശ്രമം. എന്നിട്ട് അവര് തീർത്തോ? അവര് തീർത്തോ എന്ന് ചോദിച്ചാൽ 5 സെക്കൻഡുകൾ ബാക്കി വെച്ചാണ് അവരുടെ ദൗത്യം പൂർത്തീകരിച്ചതെങ്കിൽ തേങ്ങ ഉണക്കി സാമി. ടീം ദേവാസുരം പൂർത്തിയാക്കിയതും കുറച്ച് സെക്കൻഡുകൾ മാത്രം ബാക്കി വെച്ചിട്ടാണ്. 5 സെക്കൻഡിന് പകരം 55 സെക്കൻഡുകൾ. വിജയിച്ചിരിക്കുന്നു ടീം ദേവാസുരം. ഈ ദൗത്യം 55 സെക്കൻഡുകൾ മുന്നേ പൂർത്തിയാക്കി ദേവാസുരം വിജയശ്രീ ലാളിതരായിരിക്കുന്നു. എന്റെ നാട് പെരുമ്പാവൂരാണ്, ജയറാമേട്ടന്റെ നാടും പെരുമ്പാവൂരാണ്. അത് കാരണം കൊണ്ട് തന്നെ ജയറാമേട്ടന്റെ ഏകദേശം ആ പ്രായത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരും പിന്നെ അതിന് കുറച്ച് താഴെയുള്ള സ്ത്രീകളുണ്ടല്ലോ, ഇവരും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. ആ അമ്പലത്തിന്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ അവിടെ സുന്ദരക്കുട്ടപ്പനായിട്ടൊരു പയ്യൻ നിൽക്കുന്നുണ്ടാവും. അത് ജയറാമേട്ടനെ കുറിച്ചിട്ടാ. ജയറാമേട്ടൻ അന്ന് ഞാൻ പഠിച്ച സ്കൂളിൽ വന്നിട്ട് മിമിക്രി ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടൻ ആ നാട്ടിൽ തന്നെ അത്യാവശ്യം നല്ല ഫാൻ ഫോളോയിങ് ഉള്ള ഒരാളായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പെൺകുട്ടികളുടെ ആരാധന കഥാപാത്രമായിരുന്നില്ലേ അന്നത്തെ കാലം ജയറാമേട്ടൻ? ഒരുപാട് പേര് പുറകെ നടന്നിട്ടുണ്ട്. അവരൊക്കെ ആരാധനയായിരുന്നു ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അശ്വതിയുടെ അമ്മയും ജയറാമേട്ടനും ഒരുമിച്ചാണ് കലാഭവനിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നത്. എന്റെ അമ്മ ഡാൻസ് പഠിച്ചിരുന്നു കലാഭവനിൽ. അമ്മ ഡാൻസ് ടീച്ചറാണ്, ശോഭ എന്ന പേര്. ആ ശോഭയുടെ മോളാണോ? അപ്പൊ അമ്മ ഞാൻ ജയറാമേട്ടനാ വരുന്നേന്ന് പറഞ്ഞപ്പോ അമ്മ ഇങ്ങനെ പറഞ്ഞു എനിക്കറിയാം. അപ്പൊ അമ്മ അന്നത്തെ കൊറേ കഥകളൊക്കെ പറയും. എന്തായിരുന്നു കഥ? അല്ല, ഇവരുടെ ഡാൻസ് ക്ലാസ് നടക്കുമ്പോ ജയറാമേട്ടൻ മറ്റേ ഡോറിന്റെ അവിടെയൊക്കെ കാണാറുണ്ട്. പിന്നെ അവര് എപ്പോഴും ഇടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്, അവിടെയൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെന്താ ഈ ഡാൻസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡോറിന്റെ അവിടെ? അങ്ങനെയല്ല, കലാഭവനിൽ എല്ലായിടത്തും നമ്മൾ മറ്റേ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് തന്നെയാണ്. ഞാൻ അങ്ങനെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചത് മാറ്റിച്ചതാ. അതിലാണ് പ്രധാനമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്. നമ്മളിങ്ങനെ പഴയ ചില കഥകളൊക്കെ ഇങ്ങനെ ചെകഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണ്ടേ. അപ്പൊ ജയറാമേട്ടന്റെ ഇതൊക്കെയുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് പെട്ടെന്ന് ജയറാമേട്ടൻ ഒരു സർപ്രൈസ്. ഞാൻ സർപ്രൈസ് പറഞ്ഞ് ഇതിൽ നോക്കിയിരിക്കുക. കുറച്ചൊക്കെ അവിടെ നിന്ന് കേട്ടു. ബാക്കി കലാഭവൻ കഥകൾ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശോഭ ടീച്ചറിന്റെ ഡാൻസ് സ്കൂളിന്റെ വാതിക്കെ കൂടെ നമ്മൾ നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ മാത്രമല്ല, ഇവരും കൂടി ഉണ്ട്.
ഞാനല്ല, ജയറാമാണ് കൂടുതൽ നടക്കുന്നത്. ഞാൻ എന്റെ കൂടെ പുറകിലുണ്ട്. ഞാൻ പോണത് മാത്രം കാണും, പ്രസാദ് പോണത് കാണില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോ. ജനൽ ഇങ്ങനെയാണെങ്കിൽ പ്രസാദ് നടക്കണ എങ്ങനെയാ? അവിടെയുള്ള ആൾക്ക് കാണണ്ടേ. അപ്പൊ ബാക്കി കഥകൾ വൺ ബൈ വൺ ആയിട്ട് പറയാം കേട്ടാ. ഒരുപാട് കഥകൾ പറയാനുണ്ട്. രണ്ടും കൽപ്പിച്ച് തന്നെ വന്നിരിക്കുന്നത്. ആ സമയത്ത് കലാഭവനിൽ അറിയപ്പെടുന്ന ഒരു വായി നോക്കിയായിരുന്നു ജയറാമേട്ടൻ. അല്ല, അതിനു മുമ്പ് ഒരു കാര്യം പറയുന്നത്, കലാഭവനിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കലാഭവനിലേക്ക് വരണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വേവ് ഇത് തുറന്നു തന്നില്ലായിരുന്നു. പക്ഷെ കലാഭവനിലേക്ക് ആദ്യമായിട്ട് എന്നെ പെരുമ്പാവൂര് വന്ന് ക്ഷണിക്കുന്നത് പ്രസാദാണ്. അടിപൊളി. അതെന്താണെന്നറിയോ, ജയറാമിനെ അതിനു മുമ്പ് അറിയാം. ജയറാം മഹാരാജാസ് കോളേജിൽ ഞങ്ങളുടെ മിമിക്സ് പീരീഡ് ഉള്ളപ്പം അത് കാണാൻ ജയറാം വരുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങള് മറ്റേ കാലടി ശങ്കര കോളേജിൽ ഞങ്ങൾ പ്രോഗ്രാം നടത്താൻ പോകുമ്പോൾ അവിടെ ജയറാം വരുമായിരുന്നു. അതെ, ജയറാം ഞങ്ങളുടെ പ്രോഗ്രാം അതേപോലെ കോപ്പി അടിച്ച് അവതരിപ്പിച്ചു. അപ്പൊ ഞങ്ങൾ ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛ പുള്ളിയും കൂടെ അടുപ്പിക്കരുത്, എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞു, കാരണം ഞങ്ങളുടെ ഐറ്റം അതേപോലെ കോപ്പി അടിച്ച് അവിടെ കാണിച്ച ആളാണെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ 6 പേരുടെ പരിപാടി കോപ്പി അടിച്ച് അവൻ കാണിച്ചെങ്കിൽ അവൻ മിടുക്കനാണല്ലോ, എന്നാ അങ്ങനെ ഇങ്ങോട്ട് വിളി. അച്ഛന്റെ ഐഡിയ അങ്ങനെയാ. അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ഓർത്ത്. അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പുള്ളി നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ കൂടെ കൂട്ടാം എന്നാണ് അന്ന് പറഞ്ഞത് അച്ഛൻ. എന്തൊക്കെയായിരുന്നു അന്നത്തെ ജയറാമേട്ടന്റെ ഐറ്റംസ്? ഏത് രീതിയിലാ ചോദിച്ചത്? നേരായ കാര്യങ്ങളല്ലേ ചോദിച്ചത്? നേരായ കാര്യം, നേരായ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ആ ജയറാം തന്നെ ഈ ജയറാം, ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസം വന്നിട്ടുള്ള ജയറാമിന്. എന്തൊക്കെയായിരുന്നു എന്നാലും സ്പെഷ്യൽ ആയിട്ട് ജയറാമേട്ടന്റെ നമ്മൾ കലാഭവനിൽ കാണുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നേ? കൊള്ളാലോ വന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യങ്ങൾ. ജയറാം അവിടെ എല്ലാ ആളുകളെയും അനുകരിക്കും. ജയറാം ഈ സിനിമാ താരങ്ങളെ മാത്രമല്ല, ആബിലച്ചന്റെ ശബ്ദം വളരെ മനോഹരമായിട്ട് അനുകരിക്കുമായിരുന്നു. ഒരു ദിവസം നമ്മുടെ ഒരു ഡാൻസ് പ്രോഗ്രാം തുടങ്ങാനായിട്ട് ഞങ്ങളിങ്ങനെ പോകാൻ നിൽക്കുക. 10 മണിക്ക് വണ്ടിയിൽ എല്ലാവരും കയറുന്നു, ആബിലച്ചൻ അവിടെ നിൽക്കുന്നു. അപ്പൊ നമ്മുടെ ഒരു മേക്കപ്പ് മാൻ ഉണ്ട്, കലാശാസ്ത്രി, സുധീർ ശാസ്ത്രിയുടെ ബ്രദർ. അപ്പൊ കലാശാസ്ത്രി വരാൻ ലേറ്റ് ആയപ്പോ പുള്ളി അവിടെ തന്നെ അവിടുന്ന് 10 മണിക്കാണ് വണ്ടി പുറപ്പെടുന്നത്. 10:15 അവിടെ പ്രശ്നമാണ്. സാധാരണ ട്രൂപ്പ് പോലെയല്ല കലാഭവൻ എന്ന് പറഞ്ഞാൽ. പുള്ളി 9:45 വിളിച്ചു, വൈറ്റിലേന്ന് അച്ഛനുണ്ട്. അപ്പൊ ഞാൻ ആ ഫോൺ എടുത്തത്, അച്ഛൻ്റെ അടുത്തൊന്ന് ഫോൺ കൊടുത്തേ, ഞാൻ വരാനായിട്ട് 10 മിനിറ്റ് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. ജയറാം പറഞ്ഞു, ആ ഫോണിങ് താന്ന് പറഞ്ഞു. താൻ കലയാണോ? താനിങ്ങനെ ലേറ്റ് ആയിട്ട് വന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഇവിടെ ട്രൂപ്പിൽ നിന്ന് പിരിച്ചു വിടും എന്ന് പറഞ്ഞു. ആബിലച്ചൻ സംസാരിക്കണ പോലെ ഒരു 4 ഫയറിംഗ് ആണ് ഈ കലാശാസ്ത്രി എടുത്ത്. പുള്ളി ഒരു 10:15 വന്ന് ആബിലച്ചനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ പതുങ്ങി നിൽക്കുക. കാരണം ആബിലച്ചന്റെ ചീത്തയാണല്ലോ കേട്ടേക്കണത്, പറഞ്ഞേക്കണ മുഴുവൻ ജയറാമ. പറഞ്ഞ നമ്മുടെ നവോദയ അപ്പച്ച സാർ ഉണ്ടായിരുന്നില്ലേ, അപ്പോ അദ്ദേഹം മാമുക്കോയനെ ശരിക്കും ഫോണില് നവോദയ അപ്പച്ചൻ സാർ തന്നെയാണ് വിളിച്ചത് ഒരു സിനിമയുടെ കാര്യത്തിന് വേണ്ടിട്ട്. മാമുക്കോയെ പച്ചത്തെറി പറഞ്ഞു തിരിച്ച്, ഞാനാണെന്ന് വിചാരിച്ചിട്ട്. എന്നെ പറ്റിക്കാൻ നടക്കണം, ആമുക്കെ മാറ്റേത് അത് ഇത് ഞാൻ എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ. ഏത് ശബ്ദത്തിൽ പറഞ്ഞാലും ഞാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു കുറെ തെറി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ അദ്ദേഹം നേരിട്ട് വന്നു, എന്നെ എന്തിനാ ചീത്ത വിളിച്ചെന്ന് അറിയാൻ വേണ്ടി വന്നാന്ന് പറയുന്നത്. അത് ജയറാമേട്ടൻ ആ സമയത്ത് അങ്ങനെ ഞാൻ കുറെ പറ്റിക്കായിരുന്നു, അത് ശബ്ദം മാറ്റി കുറെ പറ്റിക്കായിരുന്നു. ജയറാം അത് മാത്രമല്ല, ജയറാം ചെറുപ്പത്തില് വീട്ടിൽ നിന്ന് നമ്മൾ ജയറാം ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛനും അമ്മയൊക്കെ. ആ വീട്ടിൽ വരുന്ന ആളുകളെയൊക്കെ, വീട്ടിലെ അച്ഛനെ അമ്മയെ മാമൻ ഇവരെയൊക്കെ അനുകരിക്കുമായിരുന്നു ജയറാം അല്ലേ? എന്റെ വീട്ടിൽ എല്ലാവരും കാണിക്കുക. എന്റെ വീട്ടിലെ ഒരു വൈകുന്നേരം ഫംഗ്ഷൻ, അന്ന് ഒരു പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ഒരു സദസ്സുണ്ട് വീടിന്റെ അവിടെ. പി ഗോവിന്ദപിള്ള സാറ്, PK വാസുദേവൻ നായർ സാറ്, മലയാറ്റൂർ രാമകൃഷ്ണൻ, അങ്ങനെ അവരെല്ലാവരും മലയാറ്റൂർ രാമകൃഷ്ണന്റെ വലിയച്ഛനാണ്. അവരെല്ലാവരും കൂടി ഒരു വലിയ സദസ്സ് കൂടുന്ന ഒരു സദസ്സുണ്ട്. അപ്പൊ ആ സദസ്സിൽ ഏറ്റവും പ്രധാന അവസാന ഐറ്റം എന്ന് പറയുന്നത് എന്റെ മിമിക്രി. ഇത് അവസാനം വീട്ടിലൊരു പാചകം ചെയ്യുന്ന ആളുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഞാനൊരു 4th സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാട്ടോ. അപ്പൊ തൊട്ട് ഒരു പാചകം ചെയ്യുന്ന ആളുണ്ടായിരുന്നു, വലിയ വയറുള്ള. അപ്പോൾ ആ വയറുള്ള ആള് കുലുങ്ങിച്ചിരിക്കുമ്പോൾ അവസാനം അയാളുടെ തോർത്തഴിഞ്ഞു പോകും. അതാണ് ലാസ്റ്റ് ഐറ്റം. ഞാൻ അതിന് വേണ്ടി തോർത്ത് കെട്ടിക്കൊണ്ട് പോകും. ലാസ്റ്റ് ഞാൻ തോർത്ത് അഴിഞ്ഞു വീണിട്ട് ഞാൻ ഓടണം. ഇതെല്ലാരും കൂടി ചിരിക്കും. ഇതാണ് അത്. അന്ന് തൊട്ട് ഇങ്ങനെ എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യും. അതിനുശേഷം എന്റെ ഫാദറിനെ പോലെ, മദറിനെ പോലെ, എന്റെ എല്ലാവരെ പോലെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. അവിടെ നിന്നാണ് ഒരു പക്ഷേ എനിക്ക് ശരിക്കും മിമിക്രി ഒരു ഇഷ്ടമായി തുടങ്ങിയത്. സ്കൂളിലെ ടീച്ചേഴ്സിന് ഒരുപാട്, എല്ലാ ടീച്ചേഴ്സിനെ പോലെയും അത് പലർക്കും ഇഷ്ടാവില്ല. അങ്ങനെ ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. ഈ ജയറാമിനെ പറ്റി എല്ലാവരും ഒരുപാട് പല രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്. ജയറാമിന്റെ കോളേജ് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ജയറാം കലാഭവനിലെ കഥ, അല്ലെങ്കിൽ സിനിമാ താരം എന്ന നിലക്ക്, അല്ലെങ്കിൽ അവസാനം പത്മശ്രീ അവാർഡ് കിട്ടിയ, അതെല്ലാം പല രീതിയിൽ. പക്ഷെ എനിക്ക് ജയറാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കേ പറയാനുള്ളൂ,
ആ കാലഘട്ടത്തിൽ മിമിക്രിക്കാരുടെ ഗ്രേഡ് കൂട്ടിയ ഒരു മിമിക്രി താരം, ഒരു സിനിമാ താരമാണ് ജയറാം. കാരണം മിമിക്രിക്കാർ അന്നിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ഗ്ലാമറായിട്ട് ഒരാൾ സിനിമയിലോട്ട് കടന്നു വരുന്നു. അത് മിമിക്രിയിൽ നിന്ന് വരുന്നു, അത് കലാഭവനിൽ നിന്ന് വരുന്നു. നമ്മൾ അന്നത്തെ മിമിക്രിക്കാർക്കൊക്കെ എവിടെ ചെന്നാൽ ഒരു സീറ്റ് കിട്ടിയത്, സിദ്ദിഖ് ലാലൊക്കെ അന്നുണ്ട്, സംവിധായകനാണ്. പക്ഷെ ഒരു നടനായിട്ട് ആദ്യം വരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ശരിക്കും മിമിക്രിക്കാരായിട്ടുള്ളവരൊക്കെ ഇവിടെ എല്ലാം മനോജൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ഒരു ഗ്രേഡ് കൂട്ടിത്തന്ന ആള് ആദ്യം ജയറാമായിരുന്നു മലയാള സിനിമയിൽ. ശരിക്കും മലയാള സിനിമയിലേക്ക് മിമിക്രിക്കാരുടെ നടന്മാരായിട്ടുള്ള ഒരു ഒഴുക്ക് ശരിക്കും കുറെ കൂടി തുറന്നു തന്നത് തുടങ്ങി വെച്ചത് ജയറാമാണ്. തുടങ്ങി വെച്ചത്. അതെ. എനിക്ക് തോന്നുന്നു നസീർ സാറുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ഗൾഫ് സ്റ്റോറി ഉണ്ട്. ഉണ്ട്. എന്താണത്? ജയറാമെ അറിയില്ല. നമ്മൾ 87 ഗൾഫിൽ പോയപ്പോൾ ഞങ്ങൾക്ക് അന്ന് അവിടെ ഒരു സ്വീകരണമൊക്കെ തന്നു. കൈരളി എന്ന് പറഞ്ഞ ഒരു സംഘടന അല്ലേ. പോയപ്പോഴാണ് ഞാനൊരു കാര്യം അറിയുന്നത്, സാക്ഷാൽ പ്രേം നസീർ ദുബായിലുണ്ടെന്ന്. എന്റെ ജീവിത അഭിലാഷങ്ങൾ കുട്ടിക്കാലത്ത് പെരുമ്പാവൂർ അദ്ദേഹം ദൂരെ വന്നപ്പോൾ തിരക്കിനിടയിൽ നിന്ന് അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. അടുത്തൊന്ന് കാണണം. അപ്പൊ അതിന്റെ കൈരളി ഒരു അസോസിയേഷൻ സൊസൈറ്റി ഉണ്ടായിരുന്നു, അവരോട് എന്റെ ആഗ്രഹം അറിയിച്ചു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവര് അവേലച്ചനെ കൊണ്ട് റിക്വസ്റ്റ് ചെയ്ത് പറയിച്ചു. അല്ല, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോ തന്നെ താഴെ ഒരു കാറിൽ നിൽക്കുന്നു നസീർ സാർ, ഓർക്കുന്നില്ലേ? ഇല്ല, അത് കണ്ടു. പക്ഷെ ശരിക്കും കണ്ടത് പാം ബീച്ച് ഹോട്ടലിൽ നമ്മൾ രണ്ടുപേരും കൂടെ പോയത്. അതെ. അങ്ങനെ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നസീർ സാർ പറഞ്ഞത്. ഈ കലാഭവന്റെ ട്രൂപ്പിൽ ഒരാൾ എന്നെ പോലെ വളരെ നന്നായിട്ട് കാണിക്കുന്നു ഇവിടെ എല്ലാരും പറഞ്ഞു. ആ പുള്ളിയെ കുറിച്ചാണോ എന്ന് വെച്ചു. എന്താ പുള്ളിയുടെ പേര്? ഇങ്ങനെ ജയറാം. എനിക്ക് വരാൻ പറയും, എനിക്ക് കാണണമെന്ന് പറയും. ഈ ചില ആൾക്കാർക്ക് അവരെ കാണിക്കുന്നത് ഇഷ്ടാവില്ല. പക്ഷെ നസീർ സാറിന് നേരെ ഇതായിരുന്നു. അവിടെ പോയിട്ട് കുറേ കാണിക്കാൻ പറഞ്ഞു. അദ്ദേഹം ചിരിച്ച് മതിച്ചു. ശരിക്കും പഴയ ഷീലയുടെ പുറകെ പോയി മറ്റേ കല്ലെറിയുന്ന അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, സ്ഥിരം കാണിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഇതുപോലെയൊക്കെ കല്ലെറിയുന്ന അതൊന്ന് അവതരിപ്പിച്ച് കാണിച്ച്. അന്നത്തെ ഞങ്ങൾ മാത്രം എന്ന് വെച്ചാൽ അന്ന് സ്റ്റേജിലൊന്നും അവതരിപ്പിക്കില്ല. ജയറാമിന് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. അതുപോലെ എല്ലാ സിനിമകളിലും ഉണ്ടാവും. അതൊന്ന് അവതരിപ്പിക്കുക. ജയഭാരതി അല്ലെങ്കിൽ ഷീല അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും വല്ല മൊറവായിട്ട് എന്തെങ്കിലും അവിടെ മുറ്റത്തങ്ങനെ നിൽപ്പുണ്ടാവും. അപ്പുറത്ത് ടി ആർ റോമന അല്ലെങ്കിൽ മീന ചേച്ചി അവരാരെങ്കിലും ഉണ്ടാവും. അപ്പൊ ഈ എറിയുന്ന കല്ല് മീന ചേച്ചിയുടെ പുറത്ത് കൊണ്ടുപോയിട്ട് നസീർ സാർ ഇങ്ങനെ ചമ്മി പോകുന്നത് അത് അപ്പൊ പുള്ളിയുടെ മുമ്പിൽ വെച്ച് തന്നെ ഇത് കാണിച്ചത്. അതുപോലെ നമ്മൾ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ നമ്മള് സ്റ്റണ്ട് വില്ലന്മാർ വന്ന് ഇടിക്കുമ്പോൾ നസീർ സാർ മറിഞ്ഞ് താഴെ വീഴും. വീണ്ടും എഴുന്നേറ്റ് കഴിയുമ്പോ വീണ്ടും ഒന്ന് അടുത്തിടി, വീണ്ടും മറിഞ്ഞ് താഴെ വീഴും. അല്ല, അത് 3 ഇടി കഴിഞ്ഞാൽ തിയേറ്ററിൽ കയ്യടിയാണ്. തിരിച്ചടിക്കുന്നുള്ളൂ. ഒരു തുടക്കം ഉണ്ടല്ലോ. നസീർ സാർ ഇടിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്നെ ഒന്നിടിച്ചു ഞാൻ മിണ്ടാതിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. രണ്ടാമതിടിച്ചു എപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു, ഇനി ഞാൻ എന്നൊക്കെ പറഞ്ഞൊരു അവസാനം ഒരു സ്റ്റണ്ട് ഉണ്ട്. അല്ല, നസീർ സാറിന്റെ ഇൻട്രഡക്ഷൻ അങ്ങനെയായിരിക്കും. പല പടങ്ങളിലും ജോലി തേടി അലഞ്ഞിങ്ങനെ പല സ്ഥലങ്ങളിൽ പോവുക, നോ വേക്കൻസി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നൊക്കെ തള്ളി വിടുക. അങ്ങനെയൊക്കെ പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഗുണ്ടാപിരിവ് പോലെ, ചിലപ്പോൾ KP ഉമർ ആയിരിക്കാം, അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവിടെ ചെന്നിട്ടായിരിക്കും കയറി ഇത് ചെയ്ത് ഇറങ്ങിപ്പോടാ പുറത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വേഗം പിടിച്ച് തള്ളു. ഒരു ഇടി കൊടുത്തു, വീണു. എന്റെ ഒരു സഹോദരനെ പോലെ കരുതി നിന്നെ ഞാൻ വെറുതെ വിടുന്നു. പോകും. പിന്നെ വേണ്ട, ഒരു ഷണ്ടയ്ക്ക് ഞാൻ തയ്യാറല്ല. തിരിച്ചു കാവിലമ്മയെ ഓർത്ത് ഞാൻ നിന്നെ വെറുതെ വിടുന്നു. തന്നത് തിരിച്ചു കൊടുക്കാതെ ഗോപി പോയിട്ടില്ലടാ. മധു, ഇപ്പൊ പഴയ കൂട്ടുകാർ വന്നപ്പോ നമുക്ക് കിട്ടാത്ത കുറെ സാധനങ്ങൾ പുറത്തേക്ക്. ഇതെന്താ വെച്ചാല്, ഒരു ദിവസം കണ്ണൂരായിരിക്കും പ്രോഗ്രാം, അടുത്ത ദിവസം ട്രിവാൻഡ്രം ആയിരിക്കും. ഈ ലോങ് ജേർണി ഞങ്ങളൊക്കെ ഈ സീറ്റിലേക്ക് വരുന്നത് രാത്രി മുഴുവൻ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിച്ചിങ്ങനെ പോവുക. നാരായണ ചേട്ടാ, എന്തൊക്കെയാണ് പെട്ടെന്ന് ജയറാമേട്ടനെ കുറിച്ച് ഓർമ്മിക്കുന്ന സമയത്ത്? ജയറാമിനെ കുറിച്ച് ജയറാമിനെ കുറിച്ച് എപ്പോഴും ഓർക്കാനുള്ളത് ഇങ്ങനെ ബിഹേവിങ് തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്റ്റേജിലൊക്കെ കയ്യടി പഠിച്ചിട്ട് അന്തം കത്തിപ്പോയിട്ടുണ്ട് ആൾക്കാർ. ഞങ്ങള് സ്റ്റേജിന്റെ പുറകിൽ കയ്യടി പഠിച്ചു. ഒരു പ്രാവശ്യം ഞങ്ങളുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് ഫൈൻ ആർട്സ് ഹാളില് മമ്മൂക്കയാണ് അതിന്റെ പ്രോഗ്രാം ഇനാഗ്രേഷൻ വന്നു. അപ്പൊ അന്നൊക്കെ നമ്മളെല്ലാം നോക്കി വെക്കുമ്പോ ഒന്ന് നല്ല ജുബയൊക്കെ ഇട്ടല്ല സുന്ദരനായി വന്നിറങ്ങി ഞങ്ങളെല്ലാം ഒന്ന് ഫോട്ടോ എടുക്കട്ടെ അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുമ്പോ പോകുമ്പോ നീ ഇതിന്റെ കൂടെ ഉണ്ടോ നീ ചോദിച്ചു നാരായണൻകുട്ടിയോട്. അയ്യോ, നാരായണൻകുട്ടി എങ്ങനെ പരിചയം?
ഞാൻ പറയും ഇത് എങ്ങനെ പരിചയം? ഇവനാ ഞാൻ മറ്റേ മഹാരാജ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇവൻ അവിടെ വന്ന് മിമിക്രി കാണിക്കുന്ന ആള്. വിചാരിച്ചു ഇവന്റെ പ്രായം എന്തായിരിക്കും ഭഗവാനെ. നാരായണൻകുട്ടി മമ്മൂട്ടിയൊക്കെ പ്രായം ഉണ്ടോന്ന് ചോദിച്ചത്. അന്ന് കൊന്ന് കൊല വിളിക്കായിരുന്നു. അല്ല അത് ലോ കോളേജിൽ പഠിക്കുമ്പോഴാ. ലോ കോളേജിൽ പഠിക്കുമ്പോ മഹാരാജ് പഠിക്കും എന്തായിക്കോട്ടെ. മമ്മൂട്ടി കോളേജിൽ പഠിക്കുമ്പോ അവിടെ വന്ന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെന്ന് മമ്മൂട്ടി പറഞ്ഞു അവിടെ വെച്ച്. അല്ല അങ്ങേർക്ക് വേണ്ടിയിട്ട് പ്രേതങ്ങളുടെ ശബ്ദം അനുകരിക്കാൻ വേണ്ടി നാരായണൻകുട്ടി കലാഭവനിൽ വന്ന കഥ അറിയില്ലേ? അപ്പൊ പുതിയൊരാള് വരുന്നു, ഹൈക്കോടതിയിലാണ് ജോലി വരുന്നു പറഞ്ഞു. എന്താ പ്രത്യേകത? അപ്പൊ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ അയാള് 50 തരം തവളകളുടെ ശബ്ദം കാണിക്കും. അപ്പോ അങ്ങനെയാണെങ്കിൽ അയാൾ ഞാനും ഞെട്ടിപ്പോയി. 50 തരത്തിൽ തവളയോ അങ്ങനെ കാണിക്കുന്ന ഒരാളെ. എങ്കിൽ പിന്നെ കാണാന്ന് വെച്ചാൽ ഞങ്ങളെല്ലാരും കൂടി ഇന്റർവ്യൂവിന് ഞങ്ങളെല്ലാരും കൂടി നല്ലതാണെങ്കിൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സൈനുദ്ദീൻ, റഹ്മാൻ, ഞാന്, പ്രസാദ് ഞങ്ങളെല്ലാരും കൂടി ഇരിക്കുന്നു. നാരായണൻകുട്ടി വന്നു. ബാക്കി തൊണ്ട ചോയില്ല, അതുകൊണ്ട് 10 തവള ഇല്ല. പിന്നെ 11ാമത്തെ തവള ബാക്കി 3-4 ചെയ്യാൻ പറ്റില്ല, 10-40 ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആകെ 3 തവളയേ ഉള്ളൂ. പിന്നെ 48ാമത്തെ ഓർമ്മയില്ലേ? 50ാമത്തെ ആകെ 4 തവള കാണിച്ചു. പിന്നെ 50ാമത്തെ തവള ഒരെണ്ണം ബേസിൽ അവതരിപ്പിക്കും. മറ്റേ 4ാമത്തെ 5ാമത്തെയും തൊണ്ട സൂയില്ല. 6ാമത്തിലൂടെ കിടക്കും. കലാഭവനിൽ വന്ന കഥ ഭയങ്കരമാണ്. നാരായണൻകുട്ടി അടുത്ത് ചെന്ന്, അന്ന് എറണാകുളം നാരായണൻകുട്ടി എന്നാണ് നാരായണൻകുട്ടിയുടെ പേര്, എറണാകുളം നാരായണൻകുട്ടി. അന്ന് ഞങ്ങൾ നാടകത്തിനൊക്കെ കണ്ടിട്ടുണ്ട് പുള്ളി കോമഡി അവതരിപ്പിക്കുന്നു. ഞാൻ ചെന്ന് വിളിച്ചിട്ട് ഞാൻ ഇല്ലടാ, ഞാൻ വരണില്ല അവസാനം ഞാൻ പറഞ്ഞു 2 പ്രോഗ്രാമിന് വന്നാൽ മതി. കാരണം അന്നൊരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, വേറെ മിമിക്രിക്കാരില്ലെന്നോ അന്ന് നാട്ടില്. അങ്ങനെ കാല് പിടിച്ചിട്ട് 2 ഷോക്കായിട്ട് വിളിച്ചു. ഇവിടെ വന്നാ പിന്നെ പോകില്ലെന്ന് എനിക്കറിയാമല്ലോ. ആ വന്ന വരവാണ് ഇവിടം വരെ ആയത്. ഈ ജയറാമേട്ടന്റെ ആനക്കമ്പൊന്ന് ഇവിടെ വന്നിരിക്കുന്നത് ജയറാമേട്ടനെ ഒരു ആനയെ കാണിച്ച് വീഴ്ത്താൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ഇത് പണ്ട് മുതലേ ഉണ്ടായിരുന്നില്ലേ? പണ്ട് ഉത്സവ പറമ്പുകളിലൊക്കെ പോയിട്ട് ആനയെ നോക്കി നിൽക്കുന്ന ഒരു ഏർപ്പാടില്ലായിരുന്നു? അല്ല, ജയറാം ഈ പെരുമ്പാവൂരല്ല അങ്കമാലി എന്നാണ് വണ്ടിയിൽ കയറുന്നത്. നമ്മൾ വടക്കോട്ട് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അങ്കമാലിന്ന് കയറും. കേറി അങ്ങോട്ട് കഴിയുമ്പോ ഇന്നലെ ശങ്കരനെ കണ്ടുവരുന്നു. ശങ്കരൻ 2 കൊല്ലത്തിന് ശേഷം കാണുന്നത്, ഭയങ്കരമായിട്ട് തടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം പിടികിട്ടില്ല. അല്ലെങ്കിൽ ശങ്കരനെയും ഗോപാലിനെയും കൂടെ കണ്ടിട്ട് 2 ഒരുപോലെ ഉണ്ട്. പിന്നീട് മനസ്സിലാവുന്ന ശങ്കരൻ ഒരു ആനയാണെന്നും ഗോപാലനൊരു ആനയാണെന്നും. ഓർമ്മയുണ്ടോ? കഥ പറഞ്ഞാൽ തുടങ്ങുന്നു. ആദ്യം പേരേ പറയുള്ളൂ. നമ്മൾ ആദ്യം ആന എന്നല്ലേ പറയുന്നത്. ഇത് അങ്ങനെയല്ല. ശങ്കരനെയും ഗോപാലനെയും ദിവാകരനെയും ഒക്കെ നല്ല പരിചയം വിളിക്കും, പുള്ളിയുടെ കൂട്ടുകാരവരൊക്കെ. അങ്ങനെ അന്നു മുതൽ കേൾക്കുന്നതാണ് ഈ ആനക്കഥ. ഇവിടെ നിന്ന് പോയിട്ട് അങ്ങ് കുറെ ദൂരം പോലെ ആനയുടെ ഓരോ എന്താണ് പറയാനുള്ളത്, നമുക്ക് ആനയെ കുറിച്ച് പറയാനുള്ളത് 4 കാലും ഇതല്ലേ നമ്മള്. പക്ഷെ പുള്ളിക്ക് അതിനകത്ത് പറയാൻ അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ചിട്ട, ഇതൊക്കെ പറയാൻ. അത് ഈ ആനപ്രേമികൾക്ക് അങ്ങനെയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാലും തീരില്ല. ആന ഇഷ്ടമല്ലാത്ത മലയാളികൾ ആരാണ്? അതെ, എല്ലാവർക്കും ആന ഇഷ്ടമില്ലാത്ത ഒരു ചങ്ങല കിലുക്കം കേട്ട നമ്മൾ ഓടിപ്പോയി നോക്കി. അതെ, അതാണ്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പൂരം കാണാൻ പോയ കാലം മുതൽക്ക് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയറാമേട്ടൻ അങ്ങനെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് മച്ചിന്റെ പുറത്തൊരു ചെറിയ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഓർമ്മ. അന്നേ തുടങ്ങിയതാണോ ഈ ആനക്കമ്പം? ആനക്കമ്പം കുട്ടിക്കാലം തൊട്ടുണ്ട്. കാരണം ഞാൻ എന്റെ വീട് പെരുമ്പാവൂരാണെങ്കിൽ ഞങ്ങളുടെ തറവാട് മലയാറ്റൂരാണ്. മലയാറ്റൂരാണ് ആനകളെ കുഴി കുത്തി പിടിക്കുന്ന സ്ഥലം. 1977 ആനപിടുത്തം സ്റ്റോപ്പ് ചെയ്യുന്നത്, ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത്. അപ്പൊ അതുവരെ കുഴികളിൽ ആനയെ കുഴി കുത്തി വീഴ്ത്തി ആ കാട്ടാനയെ സഹീന്റെ മക്കളെ നാട്ടാനയാക്കി മാറ്റുന്ന ആനക്കൂട് എന്ന് പറയുന്നത് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ്. വിളിച്ചാൽ വെളിയേക്കുന്ന ഈ തൊട്ടടുത്താണ്. അപ്പൊ ആനകളെ കൊണ്ട് കൂട്ടിലടയ്ക്കുന്നത് തൊട്ട് അതുങ്ങളെ 1 വർഷത്തെ പരിശീലനം കൊണ്ട് നാട്ടാനയാക്കി മാറ്റുന്നവരെ എന്നും വൈകുന്നേരം സ്കൂൾ വിട്ട് അവിടെ തന്നെയല്ലേ പോയി നിൽക്കുന്നത്. അപ്പൊ കുട്ടിക്കാലം തൊട്ട് ഇത് കണ്ട് വളർന്ന എത്രയോ ആനകൾക്ക് ഞാൻ പേരിട്ടിട്ടുണ്ട് അവിടെ. അവിടെ വന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഓരോ ആനകൾക്ക് പേരിടുമ്പോ ഒക്കെ അവിടെ പോയി നിൽക്കും ആനയ്ക്ക് പേരിടാൻ. ഇത് കഴിഞ്ഞിട്ട് ലേലം നടക്കും 1 വർഷം കഴിഞ്ഞിട്ട്. ആ ലേലത്തിന് വന്ന ആൾക്കാർ ആനകൾ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ 1 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആന അത് പോകുമ്പോൾ ഞാൻ ഇരുന്ന് കരയും. അത് കൊണ്ടുപോകില്ലേ എന്നെ. അതെ, അങ്ങനെ അന്ന് തൊട്ടുള്ള ഇഷ്ടമാണ് ആനകൾ. അതുപോലെ തന്നെ ചെണ്ടയോട് ഭയങ്കര താല്പര്യമായിരുന്നു. മുമ്പ് എന്നോട് ഒരിക്കൽ പറയും, എറണാകുളം അമ്പലത്തിൽ ഇതിലെ പഞ്ചാരിമേളം ഉണ്ട്, നീ പോയിട്ട് ആ മൊബൈൽ ക്യാമറയിൽ ഒന്ന് പോയി ഷൂട്ട് ചെയ്തുകൊണ്ട് വരണം. ഓർമ്മയുണ്ട? അന്ന് തുടങ്ങിയിട്ടില്ല അല്ലെ? അന്ന് ചെണ്ട പഠിച്ചു തുടങ്ങിയിട്ടില്ല. കുട്ടിക്കാലം തൊട്ട് പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ രഹസ്യമായിട്ട് പോയി ഷൂട്ട് ചെയ്ത് അത് കൊണ്ടുവന്ന് കാസറ്റ് കൊടുക്കും. അന്നൊരു ചെറിയ മൊബൈൽ ക്യാമറയൊക്കെ നോട്ട് മൊബൈൽ, വീഡിയോ ക്യാമറയൊക്കെ കയ്യിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം ആ കാലഘട്ടത്തിൽ അല്ലേ? 90 കാലഘട്ടങ്ങളിലൊക്കെ. ടൗൺ ഹാളിൽ വീഡിയോ എടുത്ത കഥ പറഞ്ഞോട്ടെ. അത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എല്ലാ ചാനലിലും. ഞാൻ പറഞ്ഞില്ല. എന്നാലും ഇങ്ങനെ പോണ സാധനം അത് എത്ര പ്രാവശ്യം പറഞ്ഞു. കോമഡി ഒന്നും ഇല്ല അതിനകത്ത്. എത്ര പ്രാവശ്യം ഇങ്ങനെ നടക്കണോണ്ടേ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ആള് അവര് എത്തി നോക്കണ പോലെ കാണുമെന്നുള്ളത്. കലാഭവനിലുള്ള സമയത്ത് തന്നെ പ്രസാദ് ഒരു
വീഡിയോ ഇത് തുടങ്ങി, റെക്കോർഡിങ് അത് ഇത് ക്യാമറയൊക്കെ മേടിച്ചു. അപ്പൊ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നാളെ ഒരു കല്യാണം വന്നിട്ട് ടൗൺ ഹാളിലാണ്, വലിയ ഫേമസ് ആയിട്ടുള്ള കല്യാണമാണ്, ഇവിടുത്തെ ഏതോ വലിയ അബ്കാരി അവരാണ്. അപ്പൊ ആദ്യമായിട്ട് കിട്ടിയത് കല്യാണമാണ്, അനുഗ്രഹിക്കണം, നാളെ പ്രോഗ്രാമിന് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പഴയ കഥ കല്യാണത്തിന് പോയി. പഴയ കഥ. അപ്പൊ ഞാൻ ചോദിച്ചു ആരാ എടുക്കുന്നത്, എല്ലാം പുള്ളി തന്നെ എടുക്കുന്നത്, അസിസ്റ്റൻസിനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങനെ കല്യാണം എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാമിന് പ്രസാദ് വന്നില്ല, 2 പ്രോഗ്രാമും വന്നില്ല. അപ്പൊ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് കാബേലച്ചൻ പറഞ്ഞു, കലാഭവനിലൊക്കെ പറഞ്ഞു, എന്തോ തല്ല് കേസോ പ്രസാദിനെ ആരോ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണത് എന്താ സംഭവം അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഈ കാസറ്റ് കൊണ്ട് ഫസ്റ്റ് കോപ്പി ആക്കി അവരുടെ കല്യാണത്തിന്റെ കാസറ്റ് കൊണ്ട് കാണിച്ചു കൊടുത്തു. വേറൊന്നുമില്ല, കല്യാണത്തില് ചെക്കൻ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എത്തി നോക്കും, താഴേക്ക് പോകും, എത്തി നോക്കും, താഴേക്ക് പോകും. എല്ലാരും അത് താലി കെട്ടുന്ന ഒന്ന് എത്തി നോക്കിയിട്ട് പിന്നെ താഴേക്ക് പോകും. ഇങ്ങനെയാണ് ക്യാമറയായിട്ട് നടന്നത്. ക്ലൈമാക്സ് ഞാൻ പറഞ്ഞു. അത് ഇത്രയും നല്ല മെനയാക്കിട്ടോ, ഞാൻ ഇങ്ങനെയാണ് നടന്നത്, അങ്ങനെയൊന്നും അല്ല. അത്രയുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചാലും കിട്ടാത്ത കഥകളാണ് ഇവിടെ നിന്ന് കിട്ടാക്കനികൾ. 2 കൂട്ടുകാർ വന്നപ്പോഴത്തേക്കെല്ലാം, അത് മാത്രമല്ല വന്ന കൂട്ടുകാരും തകർന്നു പോയിട്ടുണ്ട്. അല്ലേ, സത്യത്തിലേ ഡിസംബർ 23 കഥ പറഞ്ഞത് എന്തായിരുന്നു? എന്റെ ഭാര്യ കണ്ടത്. കണ്ടത് കറക്റ്റ് അല്ലേ? അല്ല, അത് 88 ഡിസംബർ 23. അത് കാരണം ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളും മക്കളും എല്ലാരും കൂടെ ആഘോഷിക്കുന്ന ദിവസം പിള്ളേര്. ആണോ? ആ, അമ്മയെ ഫസ്റ്റ് കണ്ടല്ലേന്ന് പറഞ്ഞു. ഓഡിയോ കാസറ്റിന്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ജയറാം സിനിമാ താരമായി. അപ്പം റഹ്മാൻ നിർമ്മിക്കുന്ന ഒരു കാസറ്റ്, ഓഡിയോ കാസറ്റ് ഓർക്കുന്നില്ലേ? അപ്പൊ ആ ഓഡിയോ കാസറ്റിന് വേണ്ടി ജയറാം എത്തി. അപ്പൊ ഞങ്ങൾ ടിക്കറ്റ്, AC ടിക്കറ്റ്, ട്രെയിനിന് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തു. കാരണം ഞങ്ങളൊന്നും സിനിമാ താരമായിട്ടില്ലല്ലോ. ജയറാമിന് അങ്ങനെ ചെയ്തു കൊടുത്തു. 12 മണി ട്രെയിൻ എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 12 മണി അല്ല, അതിനുമ്പോ തീർക്കണം. പുള്ളി ഭയങ്കര ടെൻഷൻ അടിച്ചു. ഞങ്ങള് വർക്ക് തീർത്തു, 11:30 മണിക്ക് തീർത്ത് ഓടി കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് ട്രെയിനിലോട്ട് കയറാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ട്രെയിനിൽ തന്നെ പോകണമെന്ന് പറയാൻ കാര്യം ഇതിനകത്ത് അശ്വതി ഉണ്ട് കേട്ടോ. ഓർക്കുന്നുണ്ടോ? കോട്ടയത്തൊരു പ്രോഗ്രാമിന് പോയപ്പോ റോട്ടറി ക്ലബിന്റെ ഓൾ ത്രൂ ഔട്ട് ദ വേൾഡുള്ള റോട്ടറിയുടെ ഫുള്ളായിട്ടുള്ള അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും അവിടെ നിന്നൊക്കെ അവരുടെ ഗവർണേഴ്സ് ഇവരൊക്കെ വന്നിട്ടുള്ള ഒരു വേൾഡ് മീറ്റാണ് അവരുടെ കോട്ടയത്ത് 10 ദിവസമായിട്ട് നടക്കുന്നത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേ ആണ് ഞങ്ങളുടെ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഇരിക്കുന്നവരിൽ ഒരു 70% സായിപ്പന്മാരാണ്, ബാക്കി എല്ലാവരും പഴയ നോർത്ത് ഇന്ത്യയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിട്ടുള്ളവരാണ്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് ഞങ്ങൾ ഇന്നാണ് പ്രോഗ്രാം. ഓ, ഇറ്റ്സ് ഇൻ മലയാളം? നോ വി വാണ്ട് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ സംതിങ്, അതർവൈസ് ഞങ്ങൾക്ക് ഡു ഇറ്റ് ഇൻ ഹിന്ദി. ഞങ്ങൾ പറഞ്ഞു ഹിന്ദിയില്ല, സോ മേക്ക് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് പ്ലീസ് അറ്റ്ലീസ്റ്റ് ഫോർ ഇൻട്രഡക്ഷൻ യു മേക്ക് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ശരി, ഇംഗ്ലീഷ് അത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ പ്രോഗ്രാം നമ്മൾ ഈ മിമിക്രി എന്നുള്ളതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ ചെയ്യും? അതുകൊണ്ട് ശരി, ഇൻട്രഡക്ഷൻ മുഴുവൻ അങ്ങനെ ആക്കാന്ന് പറഞ്ഞു. ഇരുന്ന് പെട്ടെന്ന് രവി എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നിട്ട് അദ്ദേഹം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുൾ. അപ്പൊ ഈ പല ഇൻട്രഡക്ഷനിലും സൗണ്ട്സും മുഴുവൻ കൊടുക്കേണ്ടത് നാരായണൻകുട്ടിയാണ്. എല്ലാം മാറി. The galloping sounds of the horses. വേറെ കുരുവിയുടെ ശബ്ദം. all the birds are that flying, that ശബ്ദം. എല്ലാം മാറി കംപ്ലീറ്റ്. ചിരിച്ചിട്ട് ഞാനൊക്കെ ഓടിക്കളഞ്ഞകത്തേക്ക്. സത്യത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പ്രസാദേ പറ, ശബ്ദം മാറിപ്പോയി. ശബ്ദം മാറിപ്പോയത് റോട്ടറി ശബ്ദം മാറിയെന്നല്ല പറഞ്ഞു. ജയറാമേട്ടനെ കഥ പറഞ്ഞിട്ട് തകർക്കാനായിട്ട് 2 പേര് വന്ന് ജയറാമേട്ടൻ കഥ ഒരു തെറ്റൊക്കെ വന്നില്ല. പിന്നെ പോടുന്നു ഒരു തെറ്റിനാണ് ഇത്രയും പറഞ്ഞു കൂട്ടിയത്. അല്ല, എങ്കിലും ഇങ്ങനെ ഒരു പരിപാടി വരുമ്പോ കുറെയൊക്കെ നമ്മൾ സഹിച്ചാൽ മറ്റുള്ളവർക്ക് ചിരിക്കാൻ അവസരം കിട്ടിയ അത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. അങ്ങനെ മനഃപൂർവ്വം പുള്ളി മണ്ടനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വേണം. അല്ല, എന്നാലേ കാര്യമുള്ളൂ. ഇത് മണ്ടനാണെന്ന് പറയാനും കൂടെ ഒരാൾ വേണം. അതിനാണ് പ്രസാദനെ കൊണ്ടുവന്നത്. കലാഭവനിൽ നിന്ന് 2 കൂട്ടുകാർ വന്നപ്പോ ഇതുവരെ കിട്ടാത്ത ചില സാധനങ്ങൾ, കിട്ടാക്കനികൾ നമുക്ക് കിട്ടിയെന്നുള്ളതാണ് ഇതിൽ ചരിത്രം വഴി മാറും ചിലർ വരുമ്പോൾ. അതെ, മാത്തു നേരത്തെ പറഞ്ഞ പോലെ നസീർ സാർ 3 ഇടി കൊണ്ടിട്ട് ബാക്കി ഇടികൾ തിരിച്ചും കൊടുത്തു. ഇപ്പൊ വന്ന ജയറാമേട്ടനെ തകർക്കാനായിട്ട് വന്ന കൂട്ടുകാരും തകർന്നിരിക്കുകയാണ്. കൊട്ടേഷൻ കൊടുത്ത ആളെ കൊടുത്തിട്ട് അല്ല, ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷമായില്ലേ? സന്തോഷം. നമുക്ക് അതാ വേണ്ട. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും എന്ന് വെച്ചാൽ സാധാരണ നമ്മള് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. പക്ഷെ ഈ പ്രോഗ്രാം കണ്ട് ആസ്വദിച്ച് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട്. അതെ, അപ്പൊ ഞങ്ങൾ എന്തോരം എൻജോയ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ എന്തോരം എൻജോയ് ചെയ്തത്. അപ്പോ 2 പേർക്കും KS പ്രസാദേട്ടനും അതുപോലെ നാരായണൻകുട്ടി ചേട്ടനും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച്. ഈ ഷോയിൽ വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ജയറാമിനും ബാക്കി
എല്ലാ കലാകാരന്മാർക്കും മൈക്ക് വിട്ടുപോയി. ഹൃദയം നിറഞ്ഞ നന്ദി, ഓണാശംസകൾ. ആന വരണ്ടേ, ആന വരണ്ടേ, ആന വരണ്ടെന്നോ? ആന വരണോട്ടാ, ജയറാമേട്ടനൊക്കെ ഉള്ളതാണ്. ആന വരണോന്നല്ല, ആന വിരണ്ടെന്ന്, വിരണ്ടെന്ന്, വിരണ്ടെന്ന്. പാപ്പാമാരെ വിളി, ആന വരണ്ടേ, ആന ഇവിടുന്ന് ഓടി വരണ്ടേ. അല്ല, ഇവര് ആന പാപ്പമാരല്ലേ? എങ്ങോട്ടാണ്? ഒരുത്തൻ അങ്ങോട്ട് ഓടി. എങ്ങോട്ട് പോയി നിൽക്കട്ടെ? ആന അവിടെയല്ലേ? ഓ അതെനിക്കറിയാം. നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? നിങ്ങൾ ശരിക്കും ആനപ്പാപ്പന്മാരല്ലേ? അവിടെയാണ് ആന വരേണ്ടത്. ഓ അതെ, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇല്ല ഇല്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. സ്ക്വാഡ് വന്ന്, സ്ക്വാഡ് വന്ന്. വെടിവെച്ചാ? നിന്റെ അടുത്ത് ഇന്നാളെ പറഞ്ഞു. നിനക്ക് ഇച്ചിരി ഹലോ അല്ല പിന്നെ ഹലോ ഉണ്ടോ? എന്നാ കാലമടയ്ക്ക് ഒരു അടിയൊന്നുണ്ടല്ലോ കുട്ടിശങ്കര. പറഞ്ഞാലും കേക്കൂല. ഹലോ ഹലോ ഹലോ, മതി 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 അണ്ണാ. അതെ ഇനി ഒന്നേ പാപ്പനെ, അതെ, ഓ മതി അണ്ണാ, അണ്ണാ അണ്ണാ അതവിടെ നിൽക്കണ വരി. ഇതിൽ ആരാണ് ഒന്നാം പാപ്പൻ, ആരാണ് രണ്ടാം പാപ്പൻ? പാപ്പൻ അത് ഞാനാണ് ഒന്നാം പാപ്പൻ. ഒന്നാം പാപ്പൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന സാറാണ്. ഇത് രണ്ടാം പാപ്പൻ. ഞാൻ കളമശ്ശേരി മോഹനൻ. അപ്പൊ കുറച്ചു മുമ്പ് എന്റെ അടുത്ത് ആലുവ മോഹൻ എന്നല്ലേ പറഞ്ഞത്? ആലുവയുടെ അടുത്തല്ലേ കളമശ്ശേരി? ശരി, ഇനി മാറ്റി പറയേണ്ടിരുന്ന പുള്ളി ഒന്നാം പാപ്പൻ, ഞാൻ രണ്ടാം പാപ്പൻ. രണ്ടാം പാപ്പൻ. അപ്പൊ ആരോടത്താണ് കാര്യങ്ങൾ ഞാൻ പറയേണ്ടത്? അവിടെ പറയണോ ഇവിടെ പറയണോ? മെയിൻ ആള് പുള്ളിയാണ്. മെയിൻ ആണ് പുള്ളിയല്ലേ? അതായത് ആന ഇപ്പൊ വന്ന് തൃശ്ശൂരിന് സ്ക്വാഡ് വന്ന് അവര് മയക്ക് വെടി വെച്ചിട്ടുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് ബോധം വരുമ്പോ ലേശം പട്ട കൊടുത്തേക്ക. അയ്യോ അതിപ്പോ ശരിയാവൂല. ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ അടിക്കാൻ പറ്റുന്ന 4 കുപ്പി പട്ടെടുത്ത് അടിച്ചിട്ടാണ് കുട്ടിശങ്കർ ഈ മുട ഇവിടെ കിടന്ന് കാണിച്ചത്. അതല്ല പറഞ്ഞത്, പനമ്പട്ട കുറച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതിന് പനമ്പട്ട, പനമ്പട്ട, പനമ്പട്ടയാണോ? പനമ്പട്ടയാണോ പാപ്പൻ? ഞാൻ പേടിച്ചു. ഒരു പണി, എല്ലാവരും നിങ്ങളുടെ ശേഷം ഞങ്ങൾ ഇവിടെ നിൽക്കല്ലേ, ആന ഇനിയും മിണ്ടൂല. നിങ്ങൾ അത് കണ്ടായിരുന്നു. ആന വരേണ്ട സമയത്ത് നിങ്ങൾ ഓടിയത് നമ്മൾ കണ്ടായിരുന്നു. അല്ലല്ല, നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടി ഇതെടുക്കാൻ പോയത്. അങ്ങോട്ട് മുകളിലോട്ട് കയറി ഓടുന്ന അവിടെയല്ലേ ആന നിൽക്കുന്നത്? എന്റെ കാല് സ്ലിപ്പായി പോയി. അവിടെ എവിടെ? അവിടെ കാല് സ്ലിപ്പായി മറിഞ്ഞു വീണു. അത് ഇത്രയും വലിയ സാധനമല്ലേ, ദൂരെ പോയി നോക്കിയതാണ് അത് എന്ത് ചെയ്യുന്നത്. അതല്ല, എനിക്ക് മനസ്സിലാവാത്ത കാര്യതല്ല. ഈ നിങ്ങൾ ആന വരേണ്ട സമയത്ത് എല്ലാവരും കൂടെ കൂടി ഓടി, അത് കഴിഞ്ഞിട്ട് തളച്ചു കേട്ട സമയത്ത് എന്തൊരു ഷോ ഓഫ് ആയിരുന്നു അവിടെ കിടന്നിട്ട്. കുറെ നേരമായിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടാണ്. ആന ഈ കിടന്ന് ഈ രകളയൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അവിടെ പോയിട്ട് അതല്ല കാണിക്കുന്നത്, അല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് കാണിക്കുന്നത്. ഞങ്ങൾ ഇതിനുള്ളൊരു ഏർപ്പാട് സംഭവങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് വെടിവെച്ച് ഇങ്ങനെ മയക്കങ്ങ് പോയി. ഇല്ലായിരുന്നു ഞങ്ങളിപ്പോ തളച്ചാൻ. ആശ എത്ര ആനയെ തളച്ചിട്ടുണ്ടെന്ന് അറിയാം. കുട്ടിശങ്കരന്റെ കാര്യത്തിൽ ഒന്നാം പാപ്പ അതാണ്, രണ്ടാം പാപ്പാനാണ് ഞാൻ. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ഭാര്യയാണ്. ഒരു ഭാര്യയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പക്ഷെ ഭാര്യയുടെ കാര്യത്തിൽ ഞാനാണ് ഒന്നാം പാപ്പാൻ, അത് രണ്ടാം പാപ്പാനെ. അത് കറക്റ്റാണ്. വെള്ളമടിക്കുന്ന കാര്യത്തിൽ പുള്ളിയാണ് ഒന്നാം പാപ്പാൻ, ഞാനാണ് രണ്ടാം പാപ്പാൻ. അപ്പൊ ഈ പുള്ളി ആദ്യം പറഞ്ഞ ആലുവ, പിന്നെ പറഞ്ഞ കളമശ്ശേരി, പിന്നെ പറഞ്ഞ എടപ്പള്ളിന്ന്, എങ്ങനെ മാറ്റി മാറ്റി പറയുന്നതിന്റെ കാര്യം എന്താ? പുള്ളി ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരു സ്ഥിരത ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്നാം പാപ്പാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ആനയെ സ്നേഹിക്കണം ശരിക്കും. അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ശരിക്കും അടുത്തിരുന്ന് നോക്കണം. അതൊക്കെയാണ് വേണ്ടത്. അല്ലാണ്ട് ആനയെ ഒരു സ്ഥലത്ത് കെട്ടിട്ട് ഇവിടെ ഇരിക്കല്ല. പിന്നെ നമ്മൾ സത്യമായിട്ടും ചേട്ടാ, സത്യമായിട്ട് ഇത്രയും നാൾ ആനയെ കൊണ്ടുവന്ന ചേട്ടനല്ലേ, ആനയ്ക്കൊരു ചെറിയ അസുഖം വന്നാൽ നമ്മൾ നോക്കണം. ഏറ്റവും ബുദ്ധിമുട്ട് എപ്പോഴാണെന്ന് അറിയാമോ? ആനയ്ക്ക് ജലദോഷം വരും. ആനയ്ക്ക് ജലദോഷം? താൻ എന്ത് വൃത്തിയായി പറയുന്നത്? ആനയ്ക്ക് എന്ത് ജലദോഷം വരും? ഇത്രയും നാൾ ആനയെ കൊണ്ടുവന്നിട്ട് ചേട്ടൻ അറിഞ്ഞു ആനയ്ക്ക് ജലദോഷം വരും. ഞാൻ എന്റെ ആനയ്ക്ക് ഇന്നവരെ ജലദോഷം വന്ന് ഞങ്ങൾ ഈ നെറ്റിപ്പൊട്ടൊക്കെ കെട്ടിവെച്ച് തലവേദന എടുത്തിട്ട് ഈ ഡസ്റ്റ് അലർജി അടിച്ച ആനയ്ക്ക് ജലദോഷം വരും. ജലദോഷം വന്നാ എന്ത് ചെയ്യും? വരുമ്പോഴാണ് വലിയ ടാങ്ക് എടുത്തിട്ടില്ലേ, വലിയ അണ്ടാവില് ഒരു വിക്സ് ഒഴിച്ച് കലക്കും. കലക്കിയിട്ട് ഈ തുമ്പിക്കയിൽ ഇങ്ങനെ ഏണി ചാരി വെച്ചിട്ട് ഈ പെയിന്റ് അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കും വിക്സ്. മോളിൽ നിന്ന് താഴെ വരാം. ഒയ്യോ എന്തുമാത്രം സമയം എടുക്കുന്നറിയാമോ ഈ ജലദോഷം മാറ്റിയെടുക്കാൻ? ഓ ഇതൊക്കെ തേച്ച തലവേദന മാറും. ഇല്ലല്ലേ, നമുക്ക് നടുവേദന തുടങ്ങും. നടുവേദന എനിക്കാണ് കൂടുതൽ ഉണ്ടാവുന്നത്. അവനായിരിക്കുമെങ്കിലും നടുവേദന ഇവിടെയാണ്. ഞാനാണ് അടിക്കുന്നതെങ്കിൽ നടുവേദന എവിടെയാണ്. അതാണ് ഞാൻ ഈ ഒന്നാം പാപ്പനായിട്ട് തുടങ്ങുന്നതിന്റെ വേറൊരു പ്രധാന കാര്യം. നിങ്ങളുടെ ആനയ്ക്ക് മതം ഇളകിയിട്ടുണ്ടോ? ആനക്കല്ലല്ലേ ചേട്ടാ ഇപ്പൊ മതം ഇളവുന്നത്. ആനക്കൊക്കെ എവിടെ മതം ഇളവുന്നത്? മനുഷ്യനാണ് ഇപ്പൊ മതം ഇളവുന്നത്. മതത്തിന്റെ കേസിൽ മതം ഇളവുന്നത് മനുഷ്യനാണ്. ഈ മനുഷ്യന്മാര് ഇവിടെ കിടന്ന് ഈ മതം ഇളവി കാട്ടിക്കൂട്ടുന്നതിന്റെ 1% പോലും ആന മതം ഇളവ് ഇവിടെ കാണിക്കുന്നില്ല. ഉണ്ടോ? ഞാൻ പറഞ്ഞ കറക്റ്റാണോ? എന്നായിരുന്നു നല്ലൊരു കൈയിടുക. ഇവനെ വേറൊരു കാര്യം, കുട്ടിശങ്കരൻ കാരണം ഈ ഇടയ്ക്ക് നമ്മുടെ മോഹനൻ പാപ്പാന് ചെറിയൊരു പണി കിട്ടിയായിരുന്നു ഈ ഇടയ്ക്ക്. അല്ല അതൊന്നുമല്ല, അത് ഈ ഉത്സവപ്പറമ്പില് ഞാൻ ഐസ് ഇങ്ങനെ തിന്നണ്ടിരിക്കുകയാണ്. അപ്പൊ ഐസ് ഇങ്ങനെ തിന്നണ്ടിരിക്കുന്ന സമയത്ത് അവൻ എന്നെ ഒന്ന് തോണ്ടി. നമ്മുടെ കുട്ടിശങ്കരൻ, ഞാൻ നോക്കുമ്പോ അവന്റെ വായിൽ നിന്ന് നല്ല വെള്ളം ഇങ്ങനെ കുളുകുളാ വന്നിട്ടിരിക്കുന്നത്. ഞാൻ കൊടുക്കാത്തതിന് അവൻ തുമ്പിക്ക് വെച്ചിട്ട് എനിക്കൊട്ടൊരൊറ്റ അടി. ആനപ്പാപ്പനല്ലേ, ഞാൻ ആകെ ചമ്മിപ്പോയി. ഒന്നാമത് ഉത്സവത്തിൽ വന്ന് മുഴുവൻ ആൾക്കാരും കണ്ടിരിക്കുക. എനിക്ക് ഫീൽ അടിച്ച് ഞാൻ വീട്ടിൽ ചെന്നപ്പോ എന്റെ അളിയന്മാരോട് ഈ കാര്യം പറഞ്ഞു, എന്നെ ആന അടിച്ച കാര്യം. അളിയന്മാരുണ്ടല്ലോ,
മുറ്റു ഗുണ്ടകളാണ്. എവിടെയാണ് അവനെ തളച്ചിരിക്കണത്? ഞാൻ പറഞ്ഞു ഇവിടെ രവി ആശാന്റെ അവിടെയാണ് തളച്ചിരിക്കണേന്ന് പറഞ്ഞു. ഉടനെ എന്ത് ചെയ്തു? ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ 3 പേരും കൂടെ ചാടി അതിനകത്തോട്ട് കയറി. ജീപ്പിൽ വെച്ച് തന്നെ ഫുള്ള് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. മൂത്തളിയൻ അവന്റെ 2 കാലും തല്ലുപിടിക്കാൻ നേരിട്ടു, ആനയുടെ. ഇളയളിയൻ മുമ്പിലെ 2 കാലും, ആകെ 4 കാലേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു? ഞാൻ തുമ്പിക്കൈ അടിച്ചുടക്കാൻ. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ ചെന്ന് അവിടെ ചെന്ന് ചടം ബ്രേക്ക് ഇട്ട് ചവിട്ടി ഞാൻ ചാടി ഇറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് ആ നിപ്പ് കണ്ടിട്ടൊരു ഭയങ്കര സങ്കടം തോന്നി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് 4 പേര്, അവൻ ഒറ്റക്ക്. എങ്ങനെ അവനെ ഞങ്ങള് ഒറ്റക്ക് അടിച്ചു? ശരി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ സംഭവം വിട്ട്, അതുകൊണ്ട് ശങ്കരൻകുട്ടി ഞങ്ങളുടെ ഇന്ന് അടി വാങ്ങാണ്ട് രക്ഷപ്പെട്ടു. അതിന്റെ ദേഷ്യമാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സി കേരളത്തിന്റെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെയും മാത്തുക്കുട്ടിയുടെയും ഒക്കെ എല്ലാവരുടെയും കലേഷിന്റെയും എല്ലാവരുടെയും ഒരു മാപ്പ്. ഇങ്ങനത്തെ കഥകള് വൈഫിന് സ്ഥിരം രാത്രി പറഞ്ഞു കൊടുക്കാറുണ്ട്, എന്നും പറയാറുണ്ട്. വെറുതെ അല്ല 1-ാം പാപ്പാനായത്. എന്തായാലും ഇങ്ങനൊരു പാപ്പാൻ മറക്കില്ല. ഇന്ന് അവിടെ പോയി ഇരിക്കുവോ പ്ലീസ്? ആന വരണ്ടേനൊക്കെ നാണക്കേടായില്ല. ജനമേട്ടാ അങ്ങനെ പോലെ വൈൻ്റെ പൊടിയുണ്ട്. അതെയോ? ഇനി വേണോ വൈൻ്റെ പൊടി? മറക്കില്ല ഒരിക്കലും. ജയറാമേട്ടൻ, ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു ട്രീറ്റ് ആയിരുന്നു ജയറാമേട്ടൻ ഇവിടെ വന്നിരുന്ന ഓരോ നിമിഷം, ഓരോ സെക്കൻഡും. ജയറാമേട്ടൻ എന്താ പറയാനുള്ള ഏറ്റവും അവസാനമായിട്ട്? സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷിച്ച നിമിഷങ്ങളാണ്. കാരണം കഴിഞ്ഞ 2 വർഷമായി നമ്മളെല്ലാവരും തന്നെ ഈ ഒരു വല്ലാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ പാൻഡമിക് സിറ്റുവേഷനിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഞാനും എവിടെയും പോയിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇതേപോലെയുള്ള സ്റ്റേജിനോ പരിപാടികൾക്കോ ഒന്നും പോയിട്ടില്ല. മറ്റേത് ഞാൻ എപ്പോഴും എന്തെങ്കിലും എൻഗേജ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഒന്നില് ഏതെങ്കിലും ക്ഷേത്രത്തിലെ ചെണ്ടമേളം ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇനാഗ്രേഷൻ ഉണ്ടാവും, പ്രോഗ്രാം ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടാവും, അവാർഡ് നൈറ്റ്സ് ഉണ്ടാവും, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊന്നും ഇല്ലാതെ 2 വർഷമായിട്ടിരുന്ന് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്റ്റേജിലേക്ക് വരുന്നത്. ഈ 2 വർഷത്തിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഞാനാണ് ഈ പ്രോഗ്രാംസിലൊക്കെ. പിന്നെ ഇത്രയും നല്ല ഇവരുടെ കൂടെയൊക്കെ കുറേ നിമിഷങ്ങൾ ചെലവഴിക്കാൻ കഴിഞ്ഞൊരു സന്തോഷം. അപ്പോൾ എന്തായാലും സന്തോഷം എല്ലാവരോടും, എൻ്റെ നല്ല കുഞ്ഞ് അനുജത്തിമാരോടും എല്ലാം. നിങ്ങളൊക്കെ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ സോറി. എൻ്റെ താങ്ക് യു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജയറാമേട്ട, ഞങ്ങളുടെ എല്ലാവരുടെയും വകയായിട്ട് ടീം റോക്ക് ആൻഡ് റോളിന്റെ വകയായിട്ടുള്ളതും സി കെ ലളിതന്റെ ഒപ്പം പ്രേക്ഷകരുടെയും ഭാഗത്ത് നിന്നത് ഹൃദയം നിറഞ്ഞു നന്ദി ജയറാമേട്ട. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, പെൺകുട്ടികളെ ഇനി നമ്മുടെ സെലിബ്രിറ്റീസ് വരുമ്പോ ആരാണ് വേണ്ടത് നമുക്ക്? ഇതിൽ പരം എന്തെങ്കിലും ഉണ്ടോ? യെസ്, നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ജയറാമേട്ടന്റെ കൂടെ ഒരു സെൽഫി.